സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അധിപതിയായിട്ടുള്ള ദേവത ഭഗവാൻ മഹാവിഷ്ണുവാണ്. അതായത് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ മാസ്റ്റർ. വ്യാഴം പഴച്ചാൽ നമ്മൾ പറയില്ലേ എല്ലാം പഴച്ചു. വ്യാഴം അനുകൂലമാണെങ്കിൽ ബാക്കി എന്തും പ്രതികൂലമായാലും പ്രശ്നമില്ല, നമുക്കത് തരണം ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഭഗവാനെ ഉപാസിച്ചാൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ഉപാസിച്ചാലുള്ള പ്രത്യേകത സത്വഗുണം, ബുദ്ധി, നിർമ്മലമായിട്ടുള്ള ജ്ഞാനം, ഇതെല്ലാം നമുക്ക് ലഭിക്കും. സത്വഗുണം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഗുണങ്ങൾ, ബുദ്ധി, നല്ല ബുദ്ധി ഉണ്ടാവും. നിർമ്മലമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ എല്ലാ പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ല അറിവുകളെല്ലാം നമ്മളിലേക്ക് എത്തും. പിന്നെ അതുകൂടാതെ ഈ ചാരവശാൽ ജന്മത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മറ്റൊന്ന് വ്യാഴം 3, 4, 8, 10, 12 ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് അവർ നന്നായിട്ട് വിഷ്ണു ഭജനം ചെയ്യാം. അതായത് മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം നമോ നാരായണായ ഒരു 1008 തവണയെങ്കിലും ജപിക്കുക. 108 ശരിക്കും 1 കോടി തവണ നാരായണായ ജപിച്ചു കഴിഞ്ഞാൽ, ഓം നമോ നാരായണായ ജപിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും തീരും എന്നാണ് പറയുന്നത്. 1 കോടി തവണ, ഒറ്റ ദിവസമല്ല നമ്മൾ പറയുന്നത്, 1 കോടി നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ. പിന്നെ വേറെ ഒന്നുള്ളത്, മുടങ്ങാതെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി വിഷ്ണു ചൈതന്യമുള്ള ക്ഷേത്രത്തിൽ നമ്മളുടെ ജനിച്ച ആ നാൾ വരുന്ന ദിവസം ഉണ്ടല്ലോ, ആ നാൾ വരുന്ന ദിവസങ്ങളിൽ കഴിക്കുക ഭാഗ്യസൂക്തം. നമുക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ, ഭാഗ്യം അനുകൂലമല്ലാതെ വരുമ്പോൾ, ബാക്കി എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്, ഭാഗ്യമില്ല എന്ന് പറയില്ലേ, അപ്പം അത് മുടങ്ങാതെ കഴിക്കുക, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ വ്യാഴാഴ്ചകളിലാണെങ്കിലും അങ്ങനെ ചെയ്യുക. മറ്റൊന്ന് പിന്നെ അടുത്തത് പറയുന്നത്, ഭഗവാന് ശരിക്കും കർമ്മയുമായിട്ട് നമ്മൾ പറയില്ലേ കർമ്മഫലം അനുഭവിക്കാതെ പോവില്ല എന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കർമ്മ ശരിക്കും എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക വെച്ചാൽ, കർമ്മത്തിന് ഭഗവാൻ അല്ലെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. നിന്റെ ഡ്യൂട്ടിയിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയില്ലേ, അതായത് ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം അറിയാൻ പറ്റും എന്താണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കും ആ കോളേജ്, പക്ഷേ കോളേജിന് പരീക്ഷ നടത്താനും ബാക്കി നടത്തിപ്പുകളെല്ലാം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ചെയ്യാനുള്ള അധികാരം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എന്ന പോലെയാണ് ഭഗവാന്റെ കീഴിലൊക്കെ തന്നെ ആണെങ്കിൽ കൂടി കർമ്മയ്ക്ക് കർമ്മയുടെ ഡ്യൂട്ടിയിൽ ഇടപെടില്ല എന്ന് ഭഗവാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സർവേശ്വരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കർമ്മ അനുഭവിക്കാതെ പോവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും ശ്രദ്ധയോടെ, ആർക്കും ഉപദ്രവകരമല്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക. അതിനെന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ തരും. ഹൈലി നമ്മളെ താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ ഭഗവാനോട് പറഞ്ഞാൽ കർമ്മ നമുക്കൊരു എന്താ പറയുക, അതിനെ ഒന്ന് ലൈറ്റാക്കി തരാൻ പറ്റും. പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് അനുഭവം. അടുത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരപ്പന് അഭീഷ്ടസിദ്ധിക്കായിട്ട് ബാണയുദ്ധം കൃഷ്ണനാട്ടം വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അഭീഷ്ടസിദ്ധി, നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്ന ആ കാര്യം. പലപ്പോഴും നമ്മൾ ചെയ്യുക ഇന്ന കാര്യം നടന്നാൽ ഇന്ന് ചെയ്യാമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കണ്ടീഷൻ വെക്കാതിരിക്കുക, കൊട്ടേഷൻ കൊടുക്കാതിരിക്കുക, നമ്മളത് നടത്തുക. ഭഗവാനോട് അത് നടത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് പരിഗണിക്കണോട്ടാ, എന്നെ അങ്ങനെ കൈവിടരുതിട്ടാന്ന് പറഞ്ഞാൽ പുള്ളി കേട്ടോളും, പുള്ളി ഉറപ്പാണ്. വേറൊന്ന്, കൃഷ്ണനാട്ടം വഴിപാട് കഴിക്കുന്ന പലരും ചെയ്യുന്നത്, അവിടെ പൈസ കൊടുക്കുന്നു, വഴിപാട് അവിടെ നടന്നോളും, കൃഷ്ണനാട്ടം അകത്ത് നടന്നോളും. രാത്രി 10 മണിക്കാണ് നടയൊക്കെ അടച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഉറപ്പായും നിങ്ങൾ നേർന്ന വഴിപാട് ആ കൃഷ്ണനാട്ടം കളി അവിടെ നടക്കുമ്പോൾ അവിടെ ഇരുന്നത് കാണുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനാണ് ഏറ്റവും ഫലം. ചിലപ്പോൾ നേരം വിളിക്കുമ്പോഴേക്കൊക്കെ തീരുള്ളൂ, പക്ഷെ ഭഗവാൻ അവിടെ വന്നിരിക്കുന്നതാണ്. അത് കണ്ടാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ആ ഒരു അനുഭവം എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ സൗഭാഗ്യങ്ങൾ വരുത്തട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.